ഓക്കെ. സോ പൈസയെക്കുറിച്ചിട്ടേ സംസാരിക്കുന്ന സമയത്ത് പണം എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ 2 days ബാക്ക് മേ ബി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ടു റീറ്റെയിൻ ദിസ് മണി സ്കീം ഓർ ടു റീറ്റെയിൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ആക്ച്വലി ഇതാരും പറഞ്ഞു തന്നിട്ട് പഠിക്കേണ്ടതല്ല. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റുന്ന പറഞ്ഞത് തന്നെ പൈസ ഹാൻഡിൽ ചെയ്യുന്നത് പഠിപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞു തരാൻ പറ്റും, അത് വേറെ കഥ, പക്ഷെ പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഒരുത്തന് സ്വയം തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഞാൻ സ്വയം ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. സോ വെദർ ഇറ്റ്സ് സക്സസ് ഓർ എ ഫെയിലിയർ, ഞാൻ ജസ്റ്റ് ചെയ്തു തുടങ്ങിയല്ലേ ഉള്ളൂ. സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളത് പോയിന്റ് കൊണ്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. മേ ബി ഇത് ഞാൻ ചെയ്യുന്ന പോലെ ആവണമെന്നില്ല നിങ്ങൾ ചെയ്യുന്ന പോലെ ആകണമെന്നില്ല വേറൊരാൾ ചെയ്യുന്ന. ഓക്കെ. സോ ജസ്റ്റ് ടു മെൻഷൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇഫ് ഇറ്റ് ഈസ് വാല്യൂബിൾ, നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് ഒരു വാല്യൂബിൾ എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം വാല്യൂബിൾ ആണെന്ന് ഒരാൾക്കെങ്കിലും മനസ്സിലായി എന്നുള്ളത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് വാല്യൂബിൾ, മെൻഷൻ എന്താണ് വാല്യൂബിൾ അല്ലാത്തത്. ഞാൻ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾക്ക് വാല്യൂബിൾ ആണെന്ന് തോന്നുന്ന എക്സ്ട്രാ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ വാല്യൂബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ആരെങ്കിലും വന്നിട്ട് ഇത് വായിച്ച് നോക്കുമ്പോൾ അവർക്ക് ഞാൻ പറയുന്നതൊക്കെ കൂടുതൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കമൻറ്റിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഒരു ഫ്രീ അഡ്വൈസ് അല്ലേ, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും എന്ന് വിചാരിക്കുന്ന കാര്യമാണ്, നമ്മൾ ചെയ്യുമെന്ന് വിചാരിക്കുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ ചെയ്യാറില്ല. പേ യുവർ സെൽഫ് ഫസ്റ്റ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ യുവർ സെൽഫ് എവ്രിവെയർ. അതാണ്, അതായത് എല്ലാത്തിലും നിങ്ങളെയാണ് നിങ്ങൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്, വേറൊരാളെ അല്ല. ഇപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കണം. ഇത് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് കൂടിയാണ്. അതേ രസം. അത് തന്നെയാണ് ഫിനാൻസിൻ്റെ പോയിന്റിലും വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ പേ യുവർ സെൽഫ് ഫസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഇൻകം വരികയാണ്, ഒരു സാലറി വരികയാണ്, ദാറ്റ് ഈസ് ആക്ച്വലി യുവർ സാലറി, റൈറ്റ്? നിങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാവും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കവറിൽ കിട്ടുന്നുണ്ടാവുക. സോ ദ കമ്പനി ഈസ് ഗിവിങ് യു, ദ കമ്പനി ഈസ് പേയിങ് യു ഫസ്റ്റ്, ആൻഡ് ടു ഹൂം യു ആർ പേയിങ് ഇറ്റ് ഫസ്റ്റ്. അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം. അതായത് എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ എൻ്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്, ഇനി ഞാനിത് വെച്ച് എന്ത് ചെയ്യണം എന്നാണ് ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കണക്റ്റിംഗ് ടു ആ ഒരൊറ്റ പോയിന്റിൽ, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, ഓക്കെ, ഐ ആം പേയിങ് മൈ സെൽഫ്, ഐ ഗോട്ട് ദ മണി ആൻഡ് ദിസ് ഇസ് ദ മണി. ഓക്കെ. ആൻഡ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഹൗ ക്യാൻ ഐ ഇൻവെസ്റ്റ് ഇറ്റ്? ഇത് ഞാൻ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? എനിക്ക് നല്ല സ്റ്റോക്ക് വേണം. സ്റ്റോക്കിനെ കുറിച്ച് എനിക്കറിയില്ല. ഒരു FD RD ഇടണമെങ്കിൽ ബാങ്കിൽ പോകണം. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല. ഇൻട്രസ്റ്റ് കുറവാണെന്നാണ് പറയണേ. അതൊന്നുമല്ല പറഞ്ഞത്. ഈ കിട്ടുന്ന പൈസ നിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹെൽത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജിമ്മിന് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ജിം മെമ്പർഷിപ്പ് നിങ്ങൾ പുതുക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്, ഓൺ യുവർ സെൽഫ്, വാട്ട് എവർ. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും യോഗ ക്ലാസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതും അതിൽപ്പെടും. ഞാൻ പറഞ്ഞത് ഈ കഥാപുസ്തകം വായിക്കുന്നതല്ല, മേ ബി അതും അങ്ങനെയുള്ളതും ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യു ആർ ആക്ച്വലി ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. അതിനുവേണ്ടി നിങ്ങൾ പൈസയൊക്കെ ചിലവാക്കുന്ന ഓരോ പെന്നിയും ആക്ച്വലി അത് തന്നെയാണ്. ഓക്കെ. സോ ദാറ്റ്സ് എ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു എ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വെറുപ്പാണ് ഇപ്പോഴത്തെ കാലത്ത് തോന്നുന്നു. ആരും അതങ്ങനെ, എല്ലാവരും മൈൻഡിൽ കണക്കൂട്ടി അല്ലെങ്കിൽ മൊബൈലിൽ എഴുതി വെച്ച് അങ്ങനെ നോട്ട് ചെയ്ത് പോകുമെന്ന് തോന്നുന്നു. ആക്ച്വലി എവ്രി ഡേ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ രൂപയുടെ ചിലവും നിങ്ങൾ ആക്ച്വലി നോട്ട് ചെയ്യുകയാണെങ്കിൽ you can see a pattern. And if you are a fan of patterns, you will, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ പാറ്റേൺസ് പഠിക്കുക, you will be amazed. നിങ്ങൾ ഒരാഴ്ച
നിങ്ങളുടെ ഒരു ഡാറ്റ എഴുതി വയ്ക്കുക. അതുപോലെ ഒരു മാസം നിങ്ങൾ എഴുതി വയ്ക്കുക. അതൊരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റെക്കറിങ് ആണല്ലോ ഇത് ആക്ച്വലി. കുറേ കാലം കഴിയുമ്പോൾ ലൈക്ക് ഒരു മാസം, ഇപ്പോൾ കഴിഞ്ഞ ജാനുവരിയിൽ ചെയ്ത അതേ സംഭവം തന്നെയാണ് എനിക്ക് ഈ ജാനുവരിയിലും വരുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് ഇത്രയും ചിലവുണ്ടായിരുന്നു, വരവ് കുറവായിരുന്നു. ഈ ജനുവരി എത്തിയപ്പോഴേക്കും അത് പഴയ പോലെ തന്നെ അത്രയും ചിലവായി. അതിനിടയ്ക്ക് ഞാനിത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് റിയലൈസേഷൻസ് വരും. വൈ ഈ ബജറ്റിംഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആക്ച്വലി ഒരു റിയലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് എ തേർഡ് തിങ്. നൗ ബജറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. നെറ്റ്വർക്ക് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ, പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ, മേ ബി അവർ റിയൽറ്റേഴ്സ് ആയിരിക്കാം, ഓർ ബിസിനസ് പേഴ്സൺസ് ആയിരിക്കാം, ഓർ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ ആയിരിക്കാം, ഏത് മേഖലയിലാണെങ്കിലും നെവർ മൈൻഡ്, പുതിയ ആളുകളെയും കണക്ഷൻസും ബിൽഡ് ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ. നിങ്ങളൊരു സ്ട്രേഞ്ചറെ കാണുമ്പോൾ അയാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു പോയിൻ്റ് മതി മേ ബി നിങ്ങളുടെ ലൈഫിനെ ഫുള്ളായിട്ട് മാറ്റിമറിക്കാൻ. ഓക്കെ, സോ ഗ്രോ യുവർ നെറ്റ്വർക്ക് ഇൻ എ വെരി ഗുഡ് സെൻസ്. അതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു നല്ല പാർട്ട്ണറെ ചൂസ് ചെയ്യാം. ഈ നെറ്റ്വർക്കിൽ നിന്ന് ഓരോ മേഖലയിൽ നിന്നും ഒരു നല്ല പാർട്ട്ണർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി, ഫൈൻഡ് എ ഗുഡ് പാർട്ട്ണർ ദെയർ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്, ഫൈൻഡ് എ ഗുഡ് പാർട്ട്ണർ ദെയർ. ഓഫ് കോഴ്സ് ദിസ് ഇസ് അപ്ലിക്കബിൾ ടു റിലേഷൻഷിപ്പ് ഓൾസോ. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നല്ല പാർട്ട്ണറെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം ഒരാളായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇതെല്ലാം ഡിഫറെൻറ്റ് ആൾക്കാരാവാം. ബട്ട് ചൂസ് വൈസിലി, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളൊരു പോയിൻ്റ് എനിക്ക് തോന്നിയത്, ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ടെന്ന് വിചാരിക്കും. ഇഫ് യു ഹാവ് സം ഓപ്പർച്യൂണിറ്റീസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, സിംപ്ലി ജംപ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നു കഴിഞ്ഞാൽ അമാന്തിക്കരുത്. യു ഹാവ് ടു ഗ്രാബ് ഇറ്റ്, ഓർ എൽസ് മറ്റുള്ള ആരെങ്കിലും ഗ്രാബ് ചെയ്യും ആൻഡ് യു വിൽ ബി വായും പൊളിച്ച് നോക്കിയിരിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ടാൽ നെവർ മൈൻഡ്, ജസ്റ്റ് ഗ്രാബ് ഇറ്റ്. ഓക്കെ, സോ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ മൾട്ടിപ്പിൾ ചാനൽസ് ഓഫ് ഇൻകംസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ ഗ്രോ യുവർ ഇൻകം എന്നൊക്കെ പറയാം. ഓർ അതായത് മൾട്ടിപ്പിൾ ചാനൽസ് ഓഫ് ഇൻകംസ് ഉണ്ടാക്കിയെടുക്കുക. ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ആൻ ഇൻഡസ്ട്രി ആൻഡ് യു ആർ ഗെറ്റിംഗ് പെയ്ഡ്, that's okay, that's completely good, but another stream of income has to be there. മറ്റൊരു ഇൻകം സ്ട്രീമും കൂടി കണ്ടുപിടിക്കുക. അതിലേക്ക് നിങ്ങൾ പതിയെ ഇൻവെസ്റ്റ് ചെയ്യുക. അതും ഈ ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫിൽ വരും കേട്ടോ. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ റെഗുലർ ഇൻകം ഫ്ലോ നിൽക്കുകയാണെങ്കിൽ ദ അതർ സോഴ്സ് ഓഫ് ഇൻകം വിൽ സപ്പോർട്ട് us. സോ മേജറായിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒറ്റ സിംഗിൾ സ്ട്രെച്ചിൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, പേ യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളാണ് ആദ്യത്തെ പ്രയോറിറ്റി, പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ദാറ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ് വേണ്ടത് നിങ്ങളിൽ തന്നെ. പുസ്തകമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ടോ, അല്ലെങ്കിൽ യോഗ, ജിം ഒക്കെ ആയിക്കോട്ടെ. യുവർ ഹെൽത്ത്, എവറിത്തിങ് മാറ്റേഴ്സ്, റൈറ്റ്? സോ അത്. മൂന്നാമത്, യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു എ ബഡ്ജറ്റ്. എവറി ഡേ സ്പെൻഡിങ് എവറി പെന്നി യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, ഒരു നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഒരു നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. ഓഫ് കോഴ്സ് അവരിൽ നിന്ന് യു ഹാവ് ടു ചൂസ് എ പാർട്ട്ണർ വൈസ്ലി. ഓക്കെ, ഒരു നല്ലൊരു പാർട്ട്ണർ അതിന് ചൂസ് ചെയ്യാം. സോ യു ക്യാൻ ഗെറ്റ് അഡ്വൈസേഴ്സ് ആൻഡ് യു ക്യാൻ ഗീവ് അഡ്വൈസേഴ്സ് ഓൾസോ. ഓക്കെ, പിന്നെ വരുന്നത്, നല്ല ഓപ്പർച്യൂണിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ജസ്റ്റ് ഡോണ്ട് വെയിറ്റ്, ജസ്റ്റ് ഗ്രാബ് ഇറ്റ്. നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഗ്രാബ് ചെയ്തോളൂ. ആൻഡ് അനദർ പോയിൻ്റ് ഇസ് ദാറ്റ്, നിങ്ങളുടെ അനദർ ഇൻകം സ്ട്രീം ഉണ്ടാക്കിയെടുക്കുക സ്ലോലി. ഐ ടോക്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ലേറ്റർ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മാത്രം ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു പോവാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, ജസ്റ്റ് കമൻറ്റ് സംതിങ്. ആൻഡ് ഇഫ് യു ഹാവ് എനിത്തിങ് ടു ആഡ് മോർ, അതും കമൻറ്റ് ചെയ്തോളൂ. ഉപയോഗപ്രദമായിക്കോട്ടെ ആർക്കെങ്കിലും ഒക്കെ. ഓക്കെ, so see you in the next one. Okay.